എനിക്ക് തമിഴിലൊരു വേഷം കിട്ടിയിട്ടുണ്ട്. ജില്ലാ കളക്ടറായിട്ട് അരവിന്ദ സ്വാമിക്ക് വെച്ച വേഷമാണ്. ഇല്ല, സത്യമാണ്. എപ്പോഴും പുതുമുകൾക്ക് അവസരം കൊടുക്കണല്ലോ. മറ്റാരുമല്ല, നമ്മുടെ ആറാട്ടാണ്. ഇപ്പോഴത്തെ പിള്ളേർ കൊള്ളാം. ഭാര്യര് പറയും പോലെ ഇത് അയാളുടെ കാലല്ലേ. ആറാട്ടനെ കാണിച്ചത് ആറാട്ടൻ തന്നെ പുറത്തു വിട്ടു രാവിലെ തന്നെ. ഇപ്പൊ വിശ്വാസായില്ലേ? എന്നാലും എന്റെ പൊട്ട നീ ഇതെങ്ങനെ? ഞാൻ ട്രൈ ചെയ്തിടാ ട്രൈ. മറ്റേ റിക്യൂവിനെ പിടിച്ചു വെച്ച പോലെ പിടിച്ചു വെക്കേണ്ട ആവശ്യം ഉണ്ടായില്ല. ആറാട്ടനെ തന്നെ പുറത്തു വിട്ടു. ആരോടും പറയല്ല, സത്യം ചെയ്. സത്യം തലേ തൊട്ട് സത്യം ചെയ്. എന്റെ തലേ തൊട്ട് സത്യം. ഇത്രയും വലിയ രഹസ്യം സൂക്ഷിക്കാനുള്ള കൽപ്പിരിക്കില്ല എന്റെ പ്രേമ. അതുകൊണ്ട് എന്തായി കഴിയാലും അത് ഇനി സ്പോയിലർ അല്ല, ആറാട്ടനുണ്ടാ. എന്റെ ആക്ട് നന്നായിരുന്നുല്ലേ? ഇതുപോലെ നന്നാവുമെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു, പക്ഷെ ഞാനത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എന്നെ മാസെണ്ണ നമുക്ക് ആവശ്യം കൊടുത്തിന് എണ്ണ അങ്ങനെ ആറാട്ടണ്ണന്റെ ഒരു മാസീൻ. എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ അഭിനയിച്ച 1-2 വർഷം മുമ്പ് അഭിനയിച്ചാണ്. ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് ഞാൻ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ചെയ്തില്ല. ഞാൻ വിചാരിച്ചു ഉണ്ടാവില്ലെന്ന് വിചാരിച്ചാ. അവസാനം വന്നു. എല്ലാം വിധിയുടെ വിളയാട്ടം. സാറിന്റെ മക്കളുടെ ഭാഗ്യം. എനിക്ക് മക്കളില്ല. ഡോക്ടറെ കാണിച്ചില്ലേ? അയ്യോ, ഞാൻ ബാച്ചിലറാ. കാണുമ്പോ ഭയങ്കര കയ്യടിയാണല്ലേ. ബാഡ് ബോയ്സ് വന്നപ്പോ അതേപോലെ നോക്കടാ, പിള്ളേരൊക്കെ എന്നെ തിരിച്ചറിയണ്ടല്ലേ. ഈ ഫാൻസിന്റെ ഞാൻ അവസാനം വിചാരിച്ചു എന്നെ മാറ്റിയിട്ട് പിറകെ കൊണ്ടൊരു സംശയം ഉണ്ടായിരുന്നു. വേണമെങ്കിൽ ഞാനും കൂടെ വരാൻ കേട്ടാ. വേണ്ട, ഒരുമാതിരി കണ്ണി ചോരലെ വർത്താനം പറയടേ. കഷ്ടപ്പാട് എനിക്കുണ്ട്. ബഷീർ നല്ല പടയായി എനിക്ക് തോന്നിയത്. ഒത്തില്ല. തിയേറ്ററിൽ കാണിച്ചപ്പോൾ ഓളെങ്ങനെയുണ്ടായിരുന്നു? എനിക്ക് തന്നെ ചിരി പോകുന്നത് എന്റെ വേസ്റ്റ് കണ്ടപ്പോ. എന്തുകൊണ്ട് ആൾക്കാർക്ക് ചിരിക്കുന്നതിന് ഇപ്പൊ മനസ്സിലായി. ഞാനൊരു വലിയ സംഭവം അല്ലേ. അഹങ്കാരം പറയല്ലോ. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് ഹോ, എനിക്ക് എന്നോട് തന്നെ ബഹുമാനം തോന്നിട്ട് ഞാൻ കുറച്ചേരം എഴുന്നേറ്റുന്നു. വലിയ ഒരുപാട് അവസരങ്ങൾ വരുന്നു. അങ്ങനെ ആക്ടിങ് ഇറങ്ങണമെന്നില്ല. ഇതെങ്ങനെ എന്റെ പോപ്പുലാരിറ്റി കൊണ്ട് അഭിനയിച്ചാ. എനിക്ക് വേണമെങ്കിൽ ഹിന്ദി പടം എടുക്കാം, പക്ഷേ നിങ്ങളൊന്ന് സഹായിക്കാൻ വേണ്ടി മലയാളമാക്കിയെന്നേ ഉള്ളൂ. സിനി ഫീൽഡ് ഞങ്ങൾക്ക് വേണ്ടാഞ്ഞിട്ടല്ലേ? ടെൻഷനാ. എത്ര ലക്ഷം രൂപ പ്രതിഫലം മേടിച്ചു? സത്യം പറയട്ടെ, ഒരു കോഴി വാങ്ങിച്ചിട്ടില്ല. എന്തൊരു ദുഷ്ടനാടോ താൻ. ഒരു 50 രൂപയെങ്കിലും കൊടുക്കണ്ടേ? ഒരു പൊതിച്ചോറെങ്കിലും മേടിച്ച് തിന്നട്ടെ പാവം. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂല. നന്ദിയുണ്ട് സാറേ, നന്ദി. നന്ദി മാത്രമല്ലേ.